ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. ഈ ട്രോൾ വീഡിയോസിലൊക്കെ കാണിക്കുന്ന സലീം കുമാറിന്റെ ഒരു വീഡിയോ ഉണ്ട്. സിനിമ ഏതാണെന്നും അറിയില്ല. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഒരു കുടുംബത്തിലെ ഒരെണ്ണം ഇതുപോലെയാകാം. എങ്ങനെയാടാ എല്ലാം ഒരുപോലെ ആയതെന്ന്. ഒരച്ചിലിട്ട് വാർത്തതുപോലെ അഹങ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി ഉണ്ട് യൂട്യൂബില്. കൃഷ്ണകുമാറിന്റെ കുടുംബം. കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കും 4 പെൺമക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട്. നേരം വെളുക്കുന്നത് മുതൽ തിന്നുന്നതും ഉടുക്കുന്നതും ഒക്കെ യൂട്യൂബിലിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു കുടുംബം. അവർക്ക് നാട്ടുകാരെ കാണിക്കാൻ എന്ത് തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യാം, അഹങ്കരിച്ച വർത്തമാനം പറയാം. പക്ഷെ കാണുന്നവരോ കേൾക്കുന്നവരോ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. മിണ്ടിയാലുടനെ അവർക്കെതിരെ കേസായി, യൂട്യൂബ് സ്ട്രൈക്കായി. നാട്ടുകാരെ തുണിയൂരി കാണിച്ച് തുള്ളിയും കുലുക്കിയും പൈസ ഉണ്ടാക്കുന്നവർക്ക്, അവരുടെ വൃത്തികേടുകൾക്കെതിരെ, അഹങ്കരിച്ച സംസാരങ്ങൾക്കെതിരെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. വൗ, ബ്യൂട്ടിഫുൾ, അമേസിംഗ് എന്നൊക്കെ പാടി പുകഴ്ത്തിയിരിക്കുന്ന കുറെ മണ്ടന്മാർ ആരാധകരുണ്ടെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. സാധാരണക്കാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പരിധിക്കപ്പുറം കോപ്രായങ്ങൾ കാണുമ്പോൾ കാണുന്നവർ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അത് സഹിക്കാൻ പറ്റാത്തവര് വീഡിയോസും ഫോട്ടോസും പബ്ലിക് ആക്കരുത്, പ്രൈവറ്റ് ആക്കണം. നാട്ടുകാരെല്ലാം ഇവരുടെ വ്ളോഗും വീഡിയോസ് ഒക്കെ കണ്ട് സബും ലൈക്കും കൊടുത്ത് പൈസ കൂടിയതോടെയല്ലേ ഇപ്പോഴുള്ള ഇവരുടെ ഒരു പോഷ് ലൈഫ് തന്നെ ഉണ്ടായത്. അഹാന കൃഷ്ണ തന്നെ മുമ്പ് എപ്പോഴൊക്കെയോ ഉള്ള ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് അവര് പണ്ട് പൈസയ്ക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, EMI അടയ്ക്കാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. അതിന് വെറുതെ പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇന്നുള്ള ഇവരുടെ ഈ പോഷ് ലൈഫിന് കാരണം യൂട്യൂബിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സിനും കുലുക്കി സിസ്റ്റേഴ്സിന്റെ വക സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. വെടിവെച്ചവര് മാന്യന്മാരും വെടിയൊച്ച കേട്ടവര് കുറ്റക്കാരുമാകുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റമാണ് ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ എന്ത് വൃത്തികേടുകൾ ചെയ്താലും ആരും ഒന്നും ചോദിക്കരുത്. അതേ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിമർശിക്കാൻ അവകാശമുള്ളവര് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ പിന്നെ സ്ട്രൈക്കായി, കേസായി, പൊല്ലാപ്പ. വിമർശനങ്ങൾ ഇത്ര സഹിക്കാൻ വയ്യാത്തവര് എന്തിനാണ് നാട്ടുകാരുടെ കാശ് കൊണ്ട് ജീവിക്കാൻ മെനക്കെടുന്നത്? നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ മിടുക്കൊണ്ടാണെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും അവരുടെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. യൂട്യൂബില് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ യൂട്യൂബും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നത് ഒരേ സ്രോതസ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് തുണി അഴിച്ചിട്ട് തുള്ളുന്ന വീഡിയോ ഇട്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ട് റിയാക്ട് ചെയ്ത് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബും കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോസ് വൈറലാക്കാൻ വേണ്ടി ഇവരൊക്കെ തന്നെ മനഃപൂർവ്വം ഓരോ കോണ്ടന്റ് യൂട്യൂബേഴ്സിന് ഇട്ട് കൊടുക്കുന്നതാവാനും സാധ്യതയുണ്ട്. കാരണം പണമാണ് ഇവരുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം. ഈ ദിയാ കൃഷ്ണയുടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, അതായത് അവരുടെ സ്റ്റാഫുകൾ തന്നെ ലക്ഷങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു മാറ്റിയപ്പോ ദിയാ കൃഷ്ണയ്ക്കും ഫാമിലിക്കും സപ്പോർട്ടായി നിന്നാണ് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എല്ലാവരും അന്ന് വീഡിയോ ചെയ്തിരുന്നത്. എന്നും കരുതി അവര് കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൈയടിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ വീഡിയോകളിലുള്ളത്? പൈസ വാങ്ങി കുറെ ഫേക്ക് പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻസും കാമുകന്മാർക്കൊപ്പം തുണിയില്ലാതെ നടക്കുന്നതിന്റെ വീഡിയോസും കുറച്ച് തീറ്റ ബ്ലോഗ്സും അല്ലാണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പരിഗണിക്കപ്പെടുന്ന ഇവരെയൊക്കെ എന്ത് രീതിയിലാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവരായി കാണേണ്ടത്? എന്തായാലും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങള്, മനഃപൂർവ്വം ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവർക്കും ഗുണമുണ്ട്, റിയാക്ഷൻ ബ്ലോഗേഴ്സിനും ഗുണമുണ്ട്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.